ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ സീസൺ 4-ലെ 7ാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതിനു മുൻപുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം, പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുത്ത് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ആളാണ് ബോക്സ്കോ FF, രണ്ടാമത്തത് ക്രിയേറ്റീവ് വേൾഡ്, മൂന്നാമത്തത് പർപ്പിൾ എറ, നാലാമത്തത് അബി വ്ളോഗ്സ്, അഞ്ചാമത്തത് റെങ്കോകു സാൻ, ആറാമത്തത് പ്രണവ്. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ 6 പേർക്കും ഒരു ബിഗ് താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ചാനലിലെ ബാക്കിയുള്ളവരും വിഷമിക്കേണ്ട, അവർക്ക് ഇനിയും അവസരമുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷ്യർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ടാഞ്ചിറോ അവന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ആ വലിയ പാറക്കല്ല് മുന്നിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നു. ടാഞ്ചിറോ ചെയ്യുന്നത് കാണുന്ന ഇനോസ്കയും അലറി വിളിച്ചുകൊണ്ട് ആ പാറക്കല്ല് മുന്നിലേക്ക് തള്ളി നീക്കുന്നു. ഇപ്പൊ മാറി നിൽക്കുന്ന സെനിറ്റ്സു പറയും, ഇനോസ്കെ പോലും ആ പാറക്കല്ല് തള്ളി നീക്കി, ഇതിലിനി ഞാൻ മാത്രമേ അത് തള്ളി നീക്കാൻ ബാക്കിയുള്ളൂ എന്നിങ്ങനെ പറയുന്ന സെനിറ്റ്സുവിന്റെ അടുത്തേക്ക് അവന്റെ കാസുകായി ബേർഡ് വന്ന് ഒരു കത്ത് കൊടുക്കുന്നു. ഇതേ സമയത്ത് ടാഞ്ചിറോ ആ പാറക്കല്ല് തള്ളി നീക്കി ക്ഷീണിച്ച് നിലത്തിരിക്കുന്നു. ഞാൻ അങ്ങനെ ഇത് 358 അടി നീക്കി, മിസ്റ്റർ ഗ്യോമയുടെ കൂടെ എന്റെ ട്രെയിനിങ് അങ്ങനെ അവസാനിച്ചു എന്ന് പറയുന്ന ടാഞ്ചിറോ നിലത്തേക്ക് തളർന്നു വീണു. എന്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല, ഒരു വെള്ളച്ചാട്ടം പോലെ ഞാൻ വിയർത്തു. സെനിറ്റ്സു, ഇനോസുകെ, മുറാട്ട, ഞാൻ മരിക്കാൻ പോവാണ്, ആരെങ്കിലും എന്നെ ഒന്ന് വന്ന് രക്ഷിക്ക് എന്ന് പറയുന്ന ടാഞ്ചിറോയുടെ അടുത്തേക്ക് പെട്ടെന്ന് മിസ്റ്റർ ഗ്യോമെ വന്ന് വെള്ളം കൊടുത്തു. ഓ മിസ്റ്റർ ഗ്യോമെ, എന്നെ രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി എന്ന് ടാഞ്ചിറോ പറയുന്നു. നീ നിന്റെ പാറക്കല്ല് നീക്കുന്ന ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ വില്ലേജിൽ വെച്ചും നീ വളരെ സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചു, ഞാൻ നിന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഗ്യോമെ ടാഞ്ചിറോയുടെ മുഖത്തേക്ക് ഒരുപാട് വെള്ളമൊഴിച്ചു. എന്ത്, വില്ലേജിൽ വെച്ചോ? നിർത്ത്, വെള്ളം മതി. സോർഡ് സ്മിത്ത് വില്ലേജിൽ വെച്ച് നീ നിന്റെ അനിയത്തിയുടെ ജീവൻ പോലും നോക്കാതെ വില്ലേജിലുള്ള ആൾക്കാരെ നീ രക്ഷപ്പെടുത്തി. നീ ഇതിൽ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എല്ലാവർക്കും ഉദാഹരണമാവേണ്ട ഒരു സോർട്സ്മാൻ ആണ്. അതുപോലെ നീ നിന്റെ ശരിയായ പ്രവർത്തനത്തിന് അഭിമാനിക്കണം എന്നിങ്ങനെ ഗ്യോമെ പറയുമ്പോ ടാഞ്ചിറോ പറയും, ഇല്ല, നിങ്ങൾക്ക് തെറ്റി. അന്ന് ആ ഒരു തീരുമാനം എടുത്തത് ഞാനല്ല, നെസുക്കോയാണ്. എനിക്ക് അന്ന് ഒരു ശരിയായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഗ്രാമത്തിലുള്ള എല്ലാവരും മരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അംഗീകാരം അർഹിക്കുന്നില്ല എന്ന് ടാഞ്ചിറോ പറയുമ്പോ ഗ്യോമെ തന്റെ മനസ്സിൽ ചിന്തിക്കും, കുട്ടികൾ സാധുക്കളാണ്, നിഷ്കളങ്കരാണ്, ദുർബലരാണ്. അവരൊരു മടിയും കൂടാതെ നുണയും കൊള്ളരുതായ്മയും ചെയ്യും. അത് അവരുടെ ഉള്ളിലുള്ള സ്വാർത്ഥതയുടെ ലക്ഷണമാണ്. എന്തൊക്കെയായാലും ഈ ഒരു കുട്ടി വ്യത്യസ്തനാണ് എന്ന് ഗ്യോമെ ചിന്തിക്കുമ്പോ ടാഞ്ചിറോ പറയും, ഇനി എന്തൊക്കെ സംഭവിച്ചാലും നല്ലൊരു പാതയാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത്. അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ എപ്പോഴും എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഒരാളുണ്ടാവും. അതുകൊണ്ട് തന്നെ ആവണം ഞാനൊരു തെറ്റും ചെയ്യാതിരുന്നത്. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ എന്നെ അത്ര പെട്ടെന്നൊന്നും അംഗീകരിക്കരുത്. പിന്നെ എനിക്ക് വെള്ളം തന്നതിന് ഒരുപാട് നന്ദി, അതുപോലെ ഇന്ന് വരെയുള്ള നിങ്ങളുടെ ട്രെയിനിങ്ങിനും നന്ദി എന്ന് ടാഞ്ചിറോ പറയുന്നു. അപ്പൊ ഗ്യോമെ, ഇപ്പൊ എന്റെ എല്ലാ സംശയവും മാറി. ഇനി ആരൊക്കെ എന്തൊക്കെ നിന്നെ പറ്റി പറഞ്ഞാലും ഞാൻ നിന്നെ അംഗീകരിച്ചു കഴിഞ്ഞു ടാഞ്ചിറോ കമാഡോ. പക്ഷേ എനിക്ക് മനസ്സിലായില്ല എന്തിനാണത് എന്ന് ടാഞ്ചിറോ ചോദിക്കുമ്പോ ഗ്യോമെ തന്റെ പാസ്റ്റ് ടാഞ്ചിറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഒരു ക്ഷേത്രത്തിൽ ഞാൻ അനാഥരായ കുട്ടികളെ വളർത്തിയിരുന്നു. ഇപ്പോ ആ ഒരു ക്ഷേത്രത്തിലെ ഗ്യോമയും ബാക്കിയുള്ള കുട്ടികളും ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോ അതില് സായോ എന്ന് പറയുന്ന കുട്ടി ഗ്യോമയ്ക്ക് തന്റെ മീൻ കൊണ്ടുവന്ന് കൊടുത്തു. അതെന്തിനാണെന്ന് ഗ്യോമെ ചോദിക്കുമ്പോ ആ കുട്ടി പറയും, നിങ്ങൾക്ക് ചെറിയ മീനല്ലേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എന്റെ മീൻ തിന്നോ. അതിന് ഗ്യോമെ പറയും, ഓ മോളെ, ഇതെനിക്ക് വേണ്ട, കാരണം ഞാൻ വളരെ കഠിനമായിട്ട് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എന്റെ വിശപ്പ് അടക്കി നിർത്താൻ കഴിയും, അതുകൊണ്ട് ഈ മീൻ നിനക്ക് തിന്നാം എന്ന് ഗ്യോമെ പറയുമ്പോ ആ കുട്ടി അതിന് സമ്മതിക്കുന്നു. എന്നിട്ട് ഗ്യോമെ തന്റെ 2 കൈയും കൂപ്പി ഭക്ഷണത്തിന് നന്ദി എന്ന് പറയും. അതുപോലെ ബാക്കിയുള്ള കുട്ടികളും വളരെ സന്തോഷത്തോടെ ആ ഭക്ഷണം തിന്നുന്നു. ഞങ്ങളാരും രക്തബന്ധം കൊണ്ട് ഒന്നല്ലായിരുന്നു, എന്നിരുന്നാലും ഞങ്ങളൊരു കുടുംബം പോലെ ഒന്നിച്ച് താമസിച്ചു. എപ്പോഴും അതുപോലെ ജീവിക്കാനായിരുന്നു എന്റെയും ആഗ്രഹം. പക്ഷേ ഒരു രാത്രി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിയമങ്ങളൊന്നും അനുസരിക്കാത്തൊരു കുട്ടി, അവൻ രാത്രി ആവുന്നതിന് മുന്നേ ക്ഷേത്രത്തിലേക്ക് വന്നില്ല. കാരണം അവനെ ഒരു ഡീമൺ പിടിച്ചു വെച്ചിരുന്നു. അപ്പോ അവൻ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ക്ഷേത്രത്തിലുണ്ടായിരുന്ന എന്നെയും ബാക്കിയുള്ള 8 കുട്ടികളെയും തിന്നാൻ വേണ്ടി അവൻ ആ ഡീമണോട് പറഞ്ഞു. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഡീമൺസ് ഒരുപാട് പോവാറുണ്ടെന്ന് പഴയ കഥകളിലും പഴയ ആൾക്കാരും പറഞ്ഞു
പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ രാത്രിയും സംരക്ഷണത്തിന് വേണ്ടി വിസ്റ്റീരിയയുടെ പൂവ് പുറത്ത് കത്തിച്ചു വെക്കും. എന്നാൽ ആ കുട്ടി കത്തിച്ചു വെച്ച വിസ്റ്റീരിയയുടെ പൂവ് അണച്ചു കളഞ്ഞു. എന്നിട്ട് അവൻ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് ആ ഡീമണെ കൊണ്ടുവന്നു. 4 കുട്ടികൾ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു. ബാക്കിയുള്ള 4 കുട്ടികളെ ഞാൻ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ എന്റെ വാക്ക് കേൾക്കാതെ 3 കുട്ടികൾ മുന്നിലേക്ക് ഓടി. കഴുത്ത് മുറിഞ്ഞ് അവര് 3 പേരും മരിച്ചുപോയി. ആ സമയത്ത് ഞാൻ കൂടുതലൊന്നും കഴിക്കാറില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഭക്ഷണം കുറവാണ്. അതുകൊണ്ട് അന്ന് ഞാൻ മെലിഞ്ഞ് ഒരു ദുർബലനായിരുന്നു. ഞാനന്ന് ഉറക്കെ ഒച്ചയിടില്ലായിരുന്നു. അതിലുമുപരി ഒരു കണ്ണ് കാണാത്ത പ്രായപൂർത്തിയായ പയ്യൻ. അതുകൊണ്ട് ആ കുട്ടികൾ വിചാരിച്ചു കാണും ഞാനൊരു ഉപയോഗമില്ലാത്തവനാണെന്ന്. കൂട്ടത്തിലുണ്ടായിരുന്ന ചെറിയ കുട്ടി സായോ, അവള് മാത്രം ഞാൻ പറയുന്നത് കേട്ട് എന്റെ പുറകിൽ ഒളിച്ചിരുന്നു. ഞാൻ തീരുമാനിച്ചു ഫൈറ്റ് ചെയ്യാൻ. എന്ത് വില കൊടുത്തും സായോയെ രക്ഷിക്കണം. ഗ്യോമെ ഡീമന്റെ കയ്യിലേക്ക് കയറി പിടിച്ച് 2 കൈയും പറിച്ചെടുത്തു. എന്നിട്ട് കുത്തി 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 ആ ഡീമണ നിലത്തേക്കിട്ടു. ഒരു ജീവനുള്ള ഒന്നിനെ കുത്തുന്നത് ഭയപ്പെടുത്തുന്നതായിരുന്നു. ഞാനതൊരിക്കലും മറക്കില്ല. എന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞാൻ ആദ്യമായിട്ട് കുത്തി. എന്റെ ആ പവർ കണ്ട് ഞാൻ വരെ ഭയന്നുപോയി. അന്ന് ആ ഡീമണെ ഞാൻ അറ്റാക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ഉള്ളിലുള്ള ശക്തി അറിയാതെ ഞാൻ ജീവിച്ചേനെ. അന്ന് ഡീമന്റെ തല താഴുന്നത് വരെ ഞാൻ കുത്തിക്കൊണ്ടേയിരുന്നു. അന്ന് രാത്രി എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് മുറിവ് പറ്റി. എന്റെ ജീവൻ പോലും നോക്കാതെ ഞാൻ സായോയെ രക്ഷപ്പെടുത്തി. എന്നാൽ രാവിലെ ആൾക്കാർ രക്ഷിക്കാൻ വന്ന സമയത്ത് അവൾ എന്താ പറഞ്ഞെന്നറിയോ? അയാളൊരു മോൺസ്റ്റർ ആണ്, അയാളാണ് എല്ലാവരെയും കൊന്നത്. ഇത് കേൾക്കുന്ന ടാഞ്ചിറോ പതറിപ്പോവും. ഓ എന്റെ ദൈവമേ. എന്നിട്ട് ഗ്യോമെ പറയും അവള് ഭയം കാരണം എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അവള് ചിലപ്പോ ആശയക്കുഴപ്പത്തിലായിരിക്കും. അതാണ് അവിടെ സംഭവിച്ചത്. അവക്ക് വെറും 4 വയസ്സേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലാവും. കുട്ടികൾ അങ്ങനെയാണ്. പക്ഷേ എന്തൊക്കെ ആയാലും അവൾ എന്നെയൊന്ന് അഭിനന്ദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തതിന് അവൾ എന്നോടൊന്ന് നന്ദി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ആ വാക്കുകൾ എന്നെ രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷേ കുട്ടികൾ എപ്പോഴും സ്വാർത്ഥരാണ്. അന്ന് ഡീമന്റെ അവശിഷ്ടങ്ങളെല്ലാം ചാരമായി മാഞ്ഞുപോയി. ആകെ ഉണ്ടായിരുന്നത് ആ കുട്ടികളുടെ ശരീരം മാത്രമായിരുന്നു. അതുകൊണ്ട് കൊലക്കുറ്റത്തിന് എന്നെ ജയിലിലടച്ചു. അന്ന് എന്നെ രക്ഷപ്പെടുത്താൻ മാസ്റ്റർ വന്നില്ലായിരുന്നെങ്കിൽ അവരുറപ്പായിട്ടും എന്നെ കൊന്നുകളഞ്ഞേനെ. ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ആരെയും വിശ്വസിക്കാത്ത ഒരാളായിട്ട് മാറി. ശരിയാണ്, ഞാൻ ആദ്യം നിന്നെ സംശയിച്ചിരുന്നു. എന്തൊക്കെ ആയാലും ഒരാൾ എത്ര നല്ലയാളാണെങ്കിലും അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് അത് സാഹചര്യത്തിനനുസരിച്ചാണ്. പക്ഷെ നീയൊരിക്കലും ഓടിപ്പോയില്ല. നീയൊരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നീയൊരിക്കലും നുണ പറഞ്ഞിട്ടില്ല. നീയൊരു സത്യസന്ധനായ കുട്ടിയാണ്. അങ്ങനെ ആവാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് കുറച്ചു പേർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നീ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എനിക്ക് ഓരോ ആൾക്കാരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എന്റെ മനസ്സിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. ഇന്നു മുതൽ നിന്റെ വഴി നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. ഇത് കേൾക്കുന്ന ടാഞ്ചിറോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗ്യോമയോട് ഒരുപാട് നന്ദി എന്ന് പറയുന്നു. അതിന് ഗ്യോമെ ടാഞ്ചിറോയുടെ തലയിൽ തലോടിക്കൊണ്ട് പറയും എന്റെ കൂടെയുള്ള നിന്റെ ട്രെയിനിങ് അവസാനിച്ചു. നീ നല്ലതുപോലെ ചെയ്തു. അതിനുശേഷം കാണിക്കുന്നത് ഭക്ഷണം തിന്നോണ്ടിരിക്കുന്ന ടാഞ്ചിറോയെയും ഇനോസ്കയെയും ഗെന്യയുമാണ്. അപ്പൊ ഗെന്യ പറയും മിസ്റ്റർ ഗ്യോമെ ആളൊരു പാവമാണ്. കാരണം എനിക്കൊരു കഴിവുമില്ല. അതുകൊണ്ട് എന്നെ അദ്ദേഹത്തിന്റെ സുഗൂക്കോ ആക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ ഡീമൺസിനെ തിന്നുമെന്നറിഞ്ഞ അദ്ദേഹം എന്നെ തന്റെ സ്റ്റുഡന്റ് ആക്കി. അതിനുശേഷം അദ്ദേഹം എന്നെ ലേഡി ഷിനോബുവിന് പരിചയപ്പെടുത്തി എന്റെ ശരീരം പരിശോധിക്കാൻ വേണ്ടി. എന്നിട്ട് ഞങ്ങൾ എപ്പോ കണ്ടുമുട്ടുമ്പോഴും എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. എന്നാൽ എന്നെ കാണുമ്പോൾ ലേഡി ഷിനോബു ഒരു പ്രത്യേക രീതിയിലാണ് നോക്കുന്നത്. എന്നിങ്ങനെ ഗന്യ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇനോസ്കെ ജെനിറ്റ്സുവിന് മാറ്റിവെച്ച മീനെടുത്ത് തിന്നാൻ നിൽക്കുമ്പോ ടാഞ്ചിറോ പറയും ഹേ ഇനോസ്കെ അത് തിന്നല്ലേ, അത് ഞാൻ ജെനിറ്റ്സുവിന് മാറ്റി വെച്ചതാണ്. അത് കേട്ട് ഇനോസ്കെ പറയും എന്ത്, അവൻ ഇവിടെ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം അവൻ ഇത് വേണ്ട എന്നാണ്. അവന് വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. അത് കേട്ട് ടാഞ്ചിറോ അങ്ങനെയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞ് അവന് വിശക്കുമ്പോ തിന്നോളും എന്ന് ടാഞ്ചിറോ പറയുമ്പോ ഇനോസ്കെ ആ മീൻ അവിടെ വെച്ചിട്ട് നീ എന്തിനാ മറ്റുള്ള ആൾക്കാരെ ആലോചിച്ച് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? അപ്പോ ഗന്യ ടാഞ്ചിറോയോട് പറയും നിന്നെ കാണുമ്പോഴും ചിലപ്പോ ലേഡി കോച്ചോ എന്തെങ്കിലും ക്ലാസ് തരുമായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോ അവര് കൂടുതലായിട്ട് എന്നെ കുറ്റപ്പെടുത്താറൊന്നുമില്ല. അതിന് ടാഞ്ചിറോ പറയും എനിക്കും ബ്രീത്തിങ് സ്റ്റൈൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോ എന്നോടും ലേഡി കോച്ചോ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അതുപോലെ ഗന്യ നിന്റെ ബോഡിക്ക് പോയി അതൊരു പ്രശ്നമില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ലേഡി ഷിനോബു നിന്റെ അവസ്ഥയോർത്ത് വേവലാതിപ്പെടുന്നുണ്ടാവും. അതിന് ഗന്യ ഓ നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഈ ഭക്ഷണം തിന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ മിസ്റ്റർ ഗീവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോ നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ടാഞ്ചിറോ ഗന്യയോട് ചോദിക്കുമ്പോ ഗന്യ പറയും എനിക്ക് അങ്ങനെ വരണമെന്നുണ്ട്. പക്ഷെ എനിക്ക് വരാൻ കഴിയില്ല. കാരണം ഞാൻ എന്റെ പാറക്കല്ല് 358 അടി നീക്കിയിട്ടില്ല. അത് കേട്ട് ഇനോസ്കെ പറയും ഞാൻ ഏകദേശം അതിന്റെ അടുത്തെത്താറായി. അതിന് ഗന്യ പറയും അതിന് കാരണം എനിക്ക് ബ്രീത്തിങ് ടെക്നിക് ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല. അത് കേട്ട് ഇനോസ്കെ പൊട്ടിച്ചിരിക്കും നിനക്ക് ബ്രീത്തിങ് ടെക്നിക് ഒന്നും ഉപയോഗിക്കാൻ അറിയില്ലേ? നീ ഒരു മണ്ട
മണ്ടൻ തന്നെ. പെട്ടെന്ന് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടും. അപ്പോൾ ടാൻജിറോ ഇനോസ്കയെ പിടിച്ചു വെച്ച് അവന്റെ പുറത്ത് കയറിയിരിക്കും. എന്നിട്ട് ടാൻജിറോ ഗന്യയോട് പറയും, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ ഗന്യ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ടാൻജിറോ പറയും, അത് നിന്റെ ചേട്ടനെ കുറിച്ചുള്ള കാര്യമാണ്. അതിനുശേഷം കാണിക്കുന്നത് ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന സിനിറ്റ്സുനെയാണ്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് ടാൻജിറോ വന്നിട്ട് പറയും, ഓ സിനിറ്റ്സു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ നീ ആ പാറക്കല്ല് വല്ലതും നീക്കിയോ? അതിന് സിനിറ്റ്സു, ഇല്ല ഇതുവരെ നീക്കിയിട്ടില്ല. അപ്പോൾ ടാൻജിറോ പറയും, ഓ അങ്ങനെയാണോ, എന്നാൽ ഞാൻ അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടി പോവാണ്. പിന്നെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, കാരണം നീ ഇപ്പൊ അധികമായിട്ടൊന്നും സംസാരിക്കുന്നില്ലല്ലോ. അത് കേട്ട് സിനിറ്റ്സു പറയും, ഹേയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് കേട്ട് ടാൻജിറോ വീണ്ടും സിനിറ്റ്സിനോട് ചോദിക്കും, എന്താണ് നിനക്ക് പറ്റിയത്? ഇനി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. ടാൻജിറോ, നിനക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നീ ചെയ്യേ, പക്ഷേ എനിക്ക് നിന്നെ ആലോചിച്ച് വളരെ സങ്കടമുണ്ട് എന്ന് ടാൻജിറോ പറയുമ്പോ സിനിറ്റ്സ് പറയും, സത്യത്തിൽ നീ ഒരു നല്ലവനാണ്, നന്ദിയുണ്ട് എന്ന് സിനിറ്റ്സ് പറയുമ്പോ ടാൻജിറോ ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇപ്പോൾ സിനിറ്റ്സുവിനെ കാണിക്കുമ്പോ അവന്റെ തലയിൽ നിന്ന് ചോര വരുന്നുണ്ട്. എന്നിട്ട് സിനിറ്റ്സു അവന്റെ കയ്യിലുള്ള ആ കത്ത് ദേഷ്യത്തോടെ ചൂരിട്ടി പിടിക്കുന്നു. എന്നിട്ട് സിനിറ്റ്സു പറയുന്നത്, ഇത് ഞാൻ സ്വയം ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സിനിറ്റ്സു ഇതുപോലെ സീരിയസ് ആയത് ആ ലെറ്റർ വായിച്ചതിന് ശേഷമാണ്. ഇനി നമ്മൾ മുമ്പോട്ട് കാണാൻ പോകുന്നതും ഇതുവരെ കണ്ട സിനിറ്റ്സുവിനെ അല്ല. ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ടാൻജിറോ സിനിറ്റ്സുവിനെ പറ്റി ആലോചിക്കുന്നു, അതുപോലെ നെസുകോയെ പറ്റിയും. ടാൻജിറോ എന്നിട്ട് അവന്റെ മനസ്സിൽ ചിന്തിക്കും, ഞാൻ നെസുകോയെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി, അതുപോലെ ഇപ്പൊ അവൾ ഒറ്റയ്ക്കായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശേഷം ടാൻജിറോ ഗിയു ടൊമിയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തി. അവിടെ എത്തിയ ടാൻജിറോ കണ്ടത് ഗിയുവും സനമിയും ഫൈറ്റ് ചെയ്യുന്നതാണ്. സനമി ഗിയുവിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഗിയു ആ അറ്റാക്കിൽ നിന്ന് മാറുന്നുണ്ട്. പക്ഷേ ഗിയുവിന്റെ കയ്യിലുള്ള മരത്തിന്റെ വാളിൽ ഒരു വിള്ളല് വീഴും. ഇത് കാണുന്ന ടാൻജിറോ ചിന്തിക്കും, ഇവർക്ക് എന്തൊരു സ്പീഡാണ്, പക്ഷേ എനിക്കിപ്പോ ഇവരെ കാണാൻ കഴിയുന്നുണ്ട്, അതുപോലെ എനിക്ക് ഇവരുടെ മൂവ്മെന്റ്സ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ സനമി ഗിയുവിനോട് പറയും, വാടാ നിനക്കിപ്പോ എന്ത് പറ്റി, നീയല്ലേ പറഞ്ഞേ നീ വ്യത്യസ്തനാണെന്ന്. അത് കേൾക്കുന്ന ടാൻജിറോ അദ്ദേഹം അതങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നു. ഇപ്പൊ ഗിയു വാട്ടർ ബ്രീത്തിങ് 4th ഫോം ഉപയോഗിച്ച് സനമിയെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ സനമി അതിൽ നിന്ന് മാറി വിൻഡ് ബ്രീത്തിങ് 5th ഫോം ഉപയോഗിച്ച് ഗിയുവിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ആ ഒരു സമയത്ത് തന്നെ വാട്ടർ ബ്രീത്തിങ് 7th ഫോം ഉപയോഗിച്ച് ഗിയുവും തിരിച്ച് അറ്റാക്ക് ചെയ്തു. രണ്ടുപേരുടെ ഈ ഒരുമിച്ചുള്ള അറ്റാക്കിൽ അവരുടെ ആ വാള് തന്നെ പൊട്ടിപ്പോയി. അപ്പൊ വിൻഡ് ഹാഷിര പറയും, എന്നാ വാ നമുക്ക് മരണം വരെ കൈ കൊണ്ട് ഫൈറ്റ് ചെയ്യാം. പെട്ടെന്ന് ടാൻജിറോ അത് തടയാൻ വേണ്ടി അവരുടെ ഇടയിലേക്ക് കയറി. എന്നിട്ട് പറയും, ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, നിങ്ങൾക്ക് ഒരിക്കലും മരണം വരെ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ സനമി പറയും, മിണ്ടാതിരിക്കടാ, നീ എന്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്ന് നിനക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളതല്ലേ, പിന്നെ നിനക്ക് ഇവിടേക്ക് വരാൻ എങ്ങനെ ധൈര്യം വന്നടാ കീടമേ. അത് കേട്ടിട്ട് ടാൻജിറോ പറയും, നിങ്ങൾ ഒഹാഗിക്ക് വേണ്ടിയാണോ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് തരാം. അതിന് സനമി പറയും, നീ എന്താടാ എന്നെ കളിയാക്കുകയാണോ? അതിന് ടാൻജിറോ, അല്ല അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, നിങ്ങൾക്ക് ഒഹാഗി നല്ല ഇഷ്ടമല്ലേ? എന്താ അല്ലേ, എല്ലായ്പ്പോഴും നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി വരുമ്പോ നിങ്ങളുടെ ദേഹത്ത് നിന്ന് എനിക്ക് ഗ്രീൻ ടീയുടെയും ഒഹാഗിയുടെയും മണം കിട്ടാറുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒഹാഗി ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായത്. അത് കേട്ട് ഗിയു സനമിയോട് പറയും, ഷിനസുഗാവ നിനക്ക് ശരിക്കും ഒഹാഗി ഇഷ്ടമാണോ? അപ്പോൾ ടാൻജിറോ പറയും, ഒഹാഗി നല്ല ടേസ്റ്റ് ആണ്, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് തിന്നാൻ ഇഷ്ടം? എനിക്കിഷ്ടം എന്റെ മുത്തശ്ശി ഉണ്ടാക്കി തരുന്നതാണ്. എന്നിട്ട് ടാൻജിറോ പറയുന്നതൊക്കെ കേട്ട് ദേഷ്യം പിടിക്കുന്ന സനമി ഒറ്റയടിക്ക് ടാൻജിറോയെ തെറിപ്പിച്ചു കളയും. കുറച്ച് സമയം കഴിഞ്ഞ് ബോധം വരുന്ന ടാൻജിറോയോട് ഗിയു പറയും, ഷിനസുഗാവയ്ക്ക് ദേഷ്യം വന്ന് അവൻ എങ്ങോട്ടോ പോയി. അപ്പോൾ ടാൻജിറോ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഫൈറ്റ് ചെയ്തത്? അതിന് ഗിയു പറയും, ഞങ്ങൾ ഫൈറ്റ് ചെയ്തതല്ല, അത് ഹാഷിര ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ്. ഇതിൽ ഹാഷിരമാർ തമ്മിലാണ് ട്രെയിനിങ് ചെയ്യുന്നത്. അത് കേട്ട് ടാൻജിറോ, ഓ അങ്ങനെയാണോ, ഓ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലേ നിങ്ങൾ മരത്തിന്റെ വാൾ ഉപയോഗിച്ചത്. പക്ഷേ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ ട്രെയിനിങ് തടസ്സപ്പെടുത്തിയില്ലേ എന്ന് ടാൻജിറോ പറയുമ്പോൾ ഗിയു പറയും, ഇല്ല നീ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് അവനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും ദേഷ്യത്തിലാണ്. എന്നാൽ ഇപ്പൊ എനിക്ക് അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് മനസ്സിലായി. അടുത്ത പ്രാവശ്യം ഞാൻ എന്റെ പോക്കറ്റില് ഒരു ഒഹാഗി വെക്കും, എന്നിട്ട് അവനെ കാണുന്ന സമയത്ത് അത് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവും. അത് കേൾക്കുമ്പോൾ ടാൻജിറോ, അതെ അതെ അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് പറയുന്നു. ഇപ്പൊ അവരുടെ മുകളിലുള്ള ഒരു കാക്ക പറയും, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലടാ മണ്ടന്മാരെ. അതിനുശേഷം കാണിക്കുന്നത് രാത്രി വളരെ ദേഷ്യത്തോടെ നടന്നു പോകുന്ന സനമിയെയാണ്. ഇപ്പൊ അവന്മാരൊക്കെ എവിടെ പോയി കിടക്കുക? ഒബനായും മുയിച്ചിരയും രണ്ടുപേരും ഇപ്പൊ വരാറില്ല. ആ പരാജയങ്ങളുടെ കൂടെയാണെങ്കിൽ ട്രെയിനിങ് ചെയ്തിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ ടാൻജിറോ കമാഡോ ആ നാറിന്ന് വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്തൊരു മണ്ടനാണ്. പെട്ടെന്നാണ് സനമിക്ക് തന്റെ പുറകിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലായിട്ട് അതിനെ പെട്ടെന്ന് തന്നെ തന്റെ കൈകൊണ്ട് പിടിച്ചു. അത് മറ്റൊന്നുമല്ല, അവരെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നാക്കിമയുടെ ഒരു കണ്ണാണ്. ഒരു ഡീമന്റെ കണ്ണ്. അതെങ്ങനെ ഇവിടെ വന്നു എന്ന് സനമയ്ക്ക് മനസ്സിലാവുന്നില്ല. സനമിയുടെ പിടികൊണ്ട് ചതഞ്ഞു പോകുന്ന കണ്ണ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്നു. അപ്പോഴാണ് സനമിക്ക് മനസ്സിലാവുന്നത് തന്നെയും മുഴുവൻ ഡീമൻ സ്ലെയർ ഹെഡ് ക്വാർട്ടേഴ്സിനെയും അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അതിനുശേഷം കാണിക്കുന്നത് ഡീമൻ സ്ലെയർ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അവിടെ മാസ്റ്ററും തന്റെ ഭാര്യയും ഉണ്ട്. അവരുടെ അടുത്തേക്ക്
ഇതാ സ്ലോ മോഷനിൽ നടന്നു വരുന്നു മുസാൻ കിബുത്സുജി. ഇതാ ഗായ്സ് മെയിൻ ഗേറ്റിലൂടെ BGM ഒക്കെ ഇട്ട് നടന്നു വരുന്നത് മറ്റാരുമല്ല, ഡീമൺസിന്റെ ഒക്കെ ഒരേ ഒരു രാജാവ്, ദ വൺ ആൻഡ് ഓൺലി മുസാൻ കിബുത്സുജി. അങ്ങനെ മൂസാൻ 2 മിനിറ്റോളം സ്ലോ മോഷനിൽ നടന്ന് മാസ്റ്ററിന്റെ അടുത്തേക്ക് എത്തി. ഇപ്പൊ മാസ്റ്റർ മൂസാനോട് ചോദിക്കും, നീ അങ്ങനെ അവസാനം വന്നുവല്ലേ, ഇത് നമ്മളുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയല്ലേ മൂസാൻ കിബുത്സുജി. അതിന് മൂസാൻ പറയും, നിങ്ങൾ വളരെ മോശം അവസ്ഥയിലാണല്ലോ ഉബുയഷിക്കി എന്ന് മൂസാൻ ഒറ്റൊരു വരിയിൽ പറയുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ അങ്ങനെ അവസാനം മൂസാൻ കിബുത്സുജി വന്നു. ഇനി എന്തൊക്കെയാണ് ഡീമൺ സ്ലെയറിൽ നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ഡീമൺ സ്ലെയറിന്റെ അവസാനത്തെ ആർക്കിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സീസണിൽ വെറും ഒരേ ഒരു എപ്പിസോഡ് മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു എപ്പിസോഡിൽ ഇനി മൂസാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അറിയാൻ ആ ഒരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കണം. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിലെ മൂസാന്റെ എൻട്രി ഒരു രക്ഷയില്ലായിരുന്നു. അതിഗംഭീര എൻട്രി. ഒരു വില്ലനാണ് ഈ വരുന്നതെന്ന് പോലും ഞാൻ കുറച്ചു നേരത്തേക്ക് മറന്നുപോയി. അത്ര നന്നായിട്ടാണ് മൂസാന്റെ എൻട്രി അവർ ചെയ്തു വെച്ചത്. അതിന്റെ കൂടെ ആ BGM കൂടെ ആയപ്പോ ഇറ്റ്സ് ഇൻസെയിൻ. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, വിൻഡ് ഹാഷിര സനമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ആ ഭക്ഷണം ഏതാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യുക. അതുപോലെ മൂസാന്റെ ഇന്നത്തെ ഈ ഒരു എൻട്രിക്ക് വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ അടുത്ത എപ്പിസോഡ് അതിഗംഭീരമായിട്ട് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.